ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന റാഫലോ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടിന്ന് ഒന്ന് ഗ്രീസ് ചെയ്ത് ഞാൻ ഇതേപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് 2 തവണ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ആൽമണ്ട് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതിനായിട്ട് ഒരു 20 ബദാം എടുത്ത് അതിൻ്റെ തൊലികൾ തന്നെ ഒന്ന് ഉണക്കിയെടുത്ത ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതുപോലെ ഒരു ക്ലീനായ ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. അല്പം ഒന്ന് ബീറ്റായ ശേഷം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് എഗ്ഗ് നന്നായി ബീറ്റാക്കി എടുക്കാം. മുട്ട ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതും കൂടി ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വെക്കണം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ചൂടായ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. കേക്ക് ഇവിടെ ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനായി ആദ്യം ബോർഡിലേക്ക് അല്പം ക്രീമാക്കിയ ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തണുത്ത വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഇതിന് മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്ത് ഇതേപോലെ എല്ലാ ഭാഗത്തും സ്പൂൺ വെച്ച് ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് കൊടുത്ത് ഇതേപോലെ വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം കൊണ്ട് മുഴുവനായിട്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം.
ഇനി സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. സൈഡിലും ഇതേപോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബൗൾ മെല്ലെ എടുത്തു മാറ്റാം. അവിടെ എന്തെങ്കിലും നെയിമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി ഒരു സ്റ്റാർ ടിപ്പ് എടുത്തിട്ട് ഇതേപോലെ സൈഡിലായിട്ട് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോർഡർ കൊടുക്കുക. സെൻറ്ററിൽ ഇതേപോലെ ചെറിയ ചെറിയ ബോർഡറും കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സെൻറ്ററിലായിട്ട് റാഫെല്ലോ ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു റാഫെല്ലോ ബോൾസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ റാഫെല്ലോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് കുറച്ച് ബദാമിൻ്റെ സ്ലൈസസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തണുപ്പിച്ച ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ സൈഡിൽ ഞാൻ ഇതേപോലെ ഒരു റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എഡിബിൾ അല്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ റെസിപ്പിയുടെ ഫോട്ടോ നിങ്ങൾക്ക് എൻ്റെ ഇമെയിലിൽ അയക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.